കൊടുവള്ളിയിലെ സ്വർണ്ണ കവർച്ച ആസൂത്രകൻ രമേശിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കവർച്ച നടന്ന ദിവസം രമേശ് ബൈജുവിന്റെ കടയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബുധനാഴ്ച രാത്രിയാണ് ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി സ്വർണം കവർന്നത്. ബുധനാഴ്ച രാത്രിയോടുകൂടിയാണ് കൊടുവള്ളി സ്വദേശി ബൈജുവിനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. കൊടുവള്ളിയിൽ ആഭരണ നിർമ്മാണ കട നടത്തുകയായിരുന്നു ബൈജുവിനെ ആക്രമിച്ച ശേഷം സംഘം സ്വർണം കവർന്നു. ആക്രമണത്തിന്റെ സൂത്രധാരൻ കവർച്ച ചെയ്യപ്പെട്ട ആളുടെ സുഹൃത്ത് രമേശ് ആണെന്ന് പോലീസ് കണ്ടെത്തി. രമേശ് അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരാണ് അറസ്റ്റിലായത്. കൊട്ടേഷൻ സംഘത്തെ ആക്രമണത്തിന് നിയോഗിച്ച ആസൂത്രകൻ രമേശിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കവർച്ച നടന്ന ദിവസം രമേശ് ബൈജുവിന്റെ കടയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി സംഘം സ്വർണം കവർന്നത്. സംഘത്തിൽ നിന്നും 1.3 കിലോഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തിരുന്നു. രമേശ് കൊട്ടേഷൻ കൊടുത്ത തുകയായ 12 ലക്ഷം രൂപയും പിടികൂടിയിരുന്നു. കവർച്ചയ്ക്ക് ശേഷം സംശയം ഇല്ലാതിരിക്കാൻ പരാതിക്കാരനായ ബൈജുവിനെ രമേശ് കണ്ട് സംസാരിച്ചതായും റൂറൽ SP നിതിൻ രാജ് ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.